നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല എറണാകുളം നാഷണൽ ഹൈവേ 66-ലാണ്. ഇത്രയും കൊടും ചൂടിലും റോഡരികിൽ ഒരു നേരത്തെ അന്നത്തിനായിട്ട്, ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർ പല പല ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആഘോഷങ്ങളിലോ മറ്റുള്ള വിശേഷ ദിവസങ്ങളിലോ ഒന്നും കൂട്ടുകാരോടും കുടുംബങ്ങളോടുമൊപ്പം പങ്കുകൊള്ളാതെ അവർ ഈ തൊഴിലിൽ തന്നെ അന്നത്തേക്കുള്ള ജീവിതം തേടിയുള്ള യാത്രയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇവിടെ റോഡരികിൽ പിച്ചാത്തി ഉണ്ടാക്കുന്ന മധ്യപ്രദേശുകാർ ഉണ്ട്. അവരെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. भाई साहब नमस्कार। नमस्कार सर। क्या नाम है आपका? मेरा नाम है सरदार सिंह सर। क्या कर रहे थे? ये कोड़ाली अरवा बनाते हैं सर। मैं एमपी वाले हैं हम लोग। मध्य प्रदेश से आया? हमारे प्रदेश से आया। इतना गर्मी है फिर भी आप इधर काम कर रहे हैं, कैसे महसूस हो रहा है? क्या करना सर, खेती नहीं, बाड़ी नहीं, कुछ नहीं है सर। भाई धंधा पानी करके हमारा बच्चे लोगों का पेट पालन करते हैं। परिवार के साथ आया है? ये पूरा अपना फैमिली है सर। ये पूरा फैमिली? पूरा अपना घर का फैमिली है। कितना रुपए कमाते एक दिन में? पैसे कुछ नहीं कमाते, ये सामान बना के रख लेते, बिक जाता नहीं तो फिर बैठे रहते हैं। 1000 रुपए का एक बोरा कोला लाते, भाड़ा ऑटो का भाड़ा देना पड़ता है सर। कुछ नहीं बचता, बना हुआ सामान रखा है, ग्राहक आ जाते तो बेच लेते, नहीं तो वो क्या करना, बैठे रहते। इधर ही रहते हैं रात में भी? रात में भी इधर ही रहते सर। इधर ही सोते, इधर ही खाते, इधर ही रहते। ഇവർ പറയുന്നത് പിച്ചാത്തിയും അരുവയും അതുപോലെ കോടാലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മധ്യപ്രദേശിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ തുച്ഛമായ നിരക്കിൽ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തേക്കുള്ള ആഹാരം തേടിയുള്ള യാത്രയാണ്. ഇവിടെ തന്നെയാണ് ഇവർ, ഈ വഴിയരികിലാണ് ഇവർ രാത്രിയിൽ ഉറങ്ങുന്നതും. ഏതായാലും ഇതുപോലുള്ള ജീവിതങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഓക്കെ, ഇന്ന് വിഷു ആണല്ലോ. വിഷുവായിട്ടും മീനൊക്കെ ആയിട്ട് പോന്നിരിക്കുക? ഞങ്ങൾക്ക് കഴിയാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. വിഷു മറ്റുള്ള റംസാൻ ഇതൊക്കെ നോക്കുന്ന ഞങ്ങളുടെ ജീവിത പ്രശ്നം നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഏത് വള്ളത്തിലാണ് മീൻ പിടിക്കുന്നത്? വള്ളം ഞങ്ങൾ സ്വന്തമായിട്ട് പോകുന്ന, ഒറ്റയ്ക്ക് ഒരാൾ പോകുന്ന പൊന്തുവള്ളത്തിലാണ്. പൊന്തുവള്ളത്തിലുള്ള മീനാണ് ഈ കൊണ്ടുവരുന്നത്? പൊന്തുവള്ളത്തിലുള്ള മീനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിനായിട്ടുള്ള നേട്ടമുണ്ടോ? അത് നേട്ടമുണ്ട്. കടപ്പുറത്ത് നമ്മൾക്ക് കിട്ടണതിൽ ഇരട്ടി കാശ് ഇവിടെ കിട്ടും. അപ്പോൾ ഒരു സ്വല്പം പൈസ വണ്ടിക്കാശും ഞങ്ങളുടെ ചിലവ് കാശും ഒക്കെ പോകുന്നുള്ള, എന്നാലും മെച്ചമാണ് ഞങ്ങൾക്ക്. 1 കിലോ മീൻ ഞങ്ങൾക്ക് 100 രൂപ വെച്ച് കിട്ടും ഇവിടെ കിട്ടും. കടപ്പുറത്ത് ഇപ്പോൾ 30 രൂപയേ ഉള്ളൂ 1 കിലോ മീനിന്. അവർ ഇടനിലക്കാർ കൂടെയൊക്കെ നിന്ന് ഞങ്ങളെ ചൂഷണം ചെയ്യണത് കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഏതായാലും നല്ല കാര്യം. നേരിട്ട് മീൻ പൊന്തുവള്ളംകാർ കഷ്ടപ്പെട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ശുദ്ധമായ മീൻ നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓണമായാലും വിഷുവായാലും റംസാനായാലും ക്രിസ്തുമസ് ആയാലും ഇവർ അവരുടെ അന്നം തേടിയുള്ള യാത്രയിലാണ്. ശുദ്ധമായ മീൻ ഇവർ നൽകുകയും ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? വർഗീസ് ചേട്ടനും മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ? മീൻ പിടിക്കാൻ പണ്ട് പോയിട്ടുണ്ട്, ഇപ്പൊ പോകുന്നില്ല. ഇവരെ സഹായിക്കുകയാണ്? സഹായിക്കാണ്. എന്ത് മീനാ ഇന്ന് കിട്ടിയത്? ഇന്ന് കിട്ടിയത് മത്തിയാണ്. കാരണം ഞങ്ങൾ അവിടെ കൊടുക്കാത്തത് ഇടനിലക്കാരും കച്ചവടക്കാരും കൂടെ ഒത്തുനിന്നോണ്ട് ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഞങ്ങൾക്ക് പകുതി വില പോലും തരുന്നില്ല. 10% പോലും വില ഞങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് ഇവിടെ. ഇത് ഹൈവേ ആണ്, റോഡ് ഹൈവേ സൈഡിൽ ഒരുപാട് സെയിൽ നടക്കും അല്ലേ? എത്ര നേരം കൊണ്ട് വിൽക്കും? ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ, ഇന്ന് പോകുമ്പോൾ. അതെ അല്ലേ? ഇന്ന് വിഷു ആയതുകൊണ്ട്? വിഷു ആയത് കാരണം ഇച്ചിരി ഓട്ടക്കുറവാണ് മീൻ, എല്ലാവരും തന്നെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഐസൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ട് താമസിച്ചാണെങ്കിലും നമുക്ക് ഉള്ള അരിവെക്കാനുള്ള കാശ് പിടിക്കണമെന്ന് പറഞ്ഞ് തന്നെ വന്നേക്കണം. നിങ്ങളും നാഷണൽ ഹൈവേ 66-ലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് ഇതേപോലെയുള്ള വലയൊക്കെ കുടഞ്ഞ് മീൻ വിൽക്കുന്നവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി നിർത്തി മീൻ വാങ്ങിക്കണം.
ശുദ്ധമായ മീനാണ്. യാതൊരുവിധ രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കാതെയുള്ള മീനാണ്. ശുദ്ധമായ മീൻ നമുക്ക് കടലിൽ നിന്ന് നേരെ ഇവിടെ കൊണ്ട് തരുന്നു. നമ്മളെല്ലാവരും ഇവരുടെ മീൻ വാങ്ങിക്കണം. അവർ 20 രൂപ വെച്ചും 15 രൂപ വെച്ചും കടപ്പുറത്തുനിന്ന് മീൻ എടുത്തുകൊണ്ട് വന്നു. ഈ കച്ചവടക്കാർ ഇടനിലക്കാർ കൂടെ ഒത്തു നിന്നുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന് 100-നും 150-നും 200-നാണ് വിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വില കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നുമില്ല. അതാണ് ഇതിൻ്റെ കാരണം. നമസ്കാരം ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് ജോയി. എങ്ങനെയുണ്ട് ഈ കരിക്ക് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഇപ്പോൾ സീസണാണ്. സീസണായതുകൊണ്ട് കരിക്ക് കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ. ഈ കൊടും ചൂടിലും ജനങ്ങളുടെ ചൂട് ദാഹം അകറ്റാനായിട്ട് നിങ്ങൾ കരിക്കും വെള്ളം കൊടുക്കുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. എങ്ങനെയുണ്ട് വരുമാനമൊക്കെ? വരുമാനം കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കരിക്കൽ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ 10-12 രൂപ ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചാക്ക് കാര്യങ്ങൾ ഇവിടുന്ന് ഇത് എടുത്ത് മാറ്റുന്ന അതൊക്കെയുള്ള ചിലവുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് അന്ന് നമുക്ക് ജീവിക്കാൻ അത് ധാരാളം തന്നെ മതി. ഓക്കെ. എവിടെ നിന്നാണ് ഇത്? വണ്ടി കൊണ്ട് നിറക്കുകയാണോ? അല്ല, ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ചേർത്തല വയലാറ് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഒരാൾ നമുക്കിവിടെ വണ്ടി സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ നാടൻ കരിക്കാം. ഓക്കെ. അപ്പോൾ നല്ല കരിക്കാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ കുടിച്ചു നോക്കി, നല്ല കരിക്കാണ്. ഈ കൊടുംചൂടിലും ദാഹം അകറ്റാനായിട്ട് ജോയി ചേട്ടനെ പോലുള്ളവർ ഈ നാഷണൽ ഹൈവേ 66-ന് സമീപമുണ്ട്. നമസ്കാരം. എന്താ പേര്? ശ്രീജി. ഇന്ന് വിഷു ആണല്ലോ. വിഷുവായിട്ടും ചേട്ടൻ ഇവിടെ എന്താണ് ഈ തണ്ണിമത്തനൊക്കെ വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത്? വിഷു ആണെങ്കിലും നമുക്ക് ജോലി ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വിഷു വന്നാലും ഓണം വന്നാലും നമുക്ക് തൊഴിൽ കളഞ്ഞുള്ള കാര്യമല്ല. കാര്യം വിഷു ആഘോഷിക്കണം, ഓണം ആഘോഷിക്കണം. അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാറി മറിഞ്ഞു വരുന്ന ഈ പ്രകൃതിയാൽ കൊണ്ടും മറ്റുള്ള രീതിയിൽ വരുന്ന പിന്നെ കടങ്ങൾ, ബാധ്യത, ഇതൊക്കെയുള്ളവരാണ് നമ്മൾ. തെരുവിലെ ജീവിതമാണ്. ജീവിതത്തിൽ പിള്ളേരെ വളർത്തണമെങ്കിലും എന്ത് പണി ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അത് ഓണം വന്നാലും വിഷു വന്നാലും വിഷുവിന് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓരോ പിറ്റേ ദിവസം കാര്യങ്ങൾ പെൻഡിങ് ആവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അന്നന്ന് ജോലി ഉച്ചവരെ നമ്മൾ ചെയ്തിട്ട് പറ്റുള്ളൂ. തണ്ണിമത്തനും പിന്നെ വേറെ എന്തൊക്കെയാണ്? തണ്ണിമത്തനുണ്ട്, പൊട്ടുവെള്ളരിയുണ്ട്, പിന്നെ അതുപോലെ സോഡ നാരങ്ങ, സർബത്ത്, പിന്നെ വൈകുന്നേരം നൈറ്റ് കട, അതായത് ദോശ, ഓംപ്ലേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്. കുട്ടികളൊക്കെ എത്ര പേരുണ്ട്? കുട്ടികൾ 2 പേരുണ്ട്. ഇളയാളാണ് ഗൗതം, പിന്നെ മൂത്താളുണ്ട്. മൂത്താൾ ഡിഫൻസ് അക്കാഡമി ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്നു. ഇപ്പം പിന്നെ ആർമിയിൽ സെലക്ഷനായി. അതിങ്ങനെ ഈ ഒരു ഭാഗമായിട്ട് ദൈവം നമുക്ക് കടാക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എങ്ങനെയുണ്ട്? സംതൃപ്തനാണോ ഈ തൊഴിലുകൊണ്ട്? സംതൃപ്തനാണ്. കാര്യം എന്ത് തൊഴിലിനും ഒരു മാന്യതയുണ്ട്. അത് വഴിക്കച്ചവടമായാലും ഏത് ജോലിക്കും ഒരു മാന്യതയുണ്ട്. നമ്മൾക്ക് സത്യസന്ധമായ ഒരു ജോലിയാണ്. ഒരു വെള്ളം കൊടുത്താലും അത് നല്ല ക്ലിയറായിട്ട്, അല്ല ഒരു വ്യക്തി വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ദാഹങ്ങൾ തീർന്നു പോകുന്ന ഒരു നല്ലതാണെന്ന് പറയുന്നത് നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ്. സാമ്പത്തികമല്ല, എന്നാൽ സാമ്പത്തികം വേണം. എന്താണ് ജീവിക്കണമെങ്കിൽ സാമ്പത്തികം വേണം. അപ്പോൾ ഓണം വന്നാലും വിഷു വന്നാലും നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. नमस्कार भाई, क्या नाम है आपका? शिवमंगल कहाँ से हो? यूपी उत्तर प्रदेश। अच्छा, आज विशु है, पता है? हाँ मालूम है, विशु है। अच्छा, इतना गर्मी है फिर भी आप एक काम कैसे चला रहे हैं? अब काम चलाते हैं हमारे, ठीक है। इधर विशु है मगर ठीक हमारे उधर मतलब होली दीपावली इधर कोई लोग मनाता नहीं हो, हम लोग इधर रूम पे रहेगा तो क्या करेगा, इसीलिए मशीन चलाता है। कितना रुपए कमाता है? ओ जैसा कस्टमर आएगा पैसा वैसा सेल होगा, वैसा बचत होगा। फिर भी कितना रुपए कमाता है एक दिन? और फिर भी 700, 800, 1000 हो जाता है। നാഷണൽ ഹൈവേ 66-ലെ ഈ കൊടുംചൂടിൽ ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൻ പറയുന്നത് 600 രൂപ 700 രൂപയൊക്കെ ഉണ്ടാക്കും ഒരു ദിവസം എന്നാണ് പറയുന്നത്. സംതൃപ്തിയാണ് പുള്ളിക്കാരൻ. UP നിന്നാണ് ശിവമംഗൽ. ഹൈവേയുടെ സൈഡിൽ 10-15 വർഷങ്ങളായിട്ട് ജിപ്സത്തിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ദമ്പതികളാണ് ഇവിടെ. മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കി വിൽക്കുന്നത്. ഈ വിഷു പ്രമാണിച്ച് ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ സെയിലായി എന്നാണ് പറയുന്നത്. പേരെന്താണ്? ബെൻസിലാൽ. എത്ര വർഷമായി? 35 വർഷം. 35 വർഷമായിട്ട് ഇവിടെ? കേരളത്തിൽ 25 വർഷമായി. കേരളത്തിൽ 25 വർഷം. ഈ ഫീൽഡിൽ 35 വർഷം. ഈ ഫീൽഡിൽ 25 വർഷം. എങ്ങനെയുണ്ട്? സെയിലുണ്ടോ? സെയിലുണ്ട്, കുഴപ്പമില്ല. ഈ വിഷുവിന് നല്ല സെയിലുണ്ടായിരുന്നോ? ഈ വിഷു നല്ല സെയിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂട്. എവിടെയാണ് സ്വദേശം? രാജസ്ഥാനാണ്, ജയ്പൂർ. എങ്ങനെയുണ്ട്? ഇതിൽ നിന്നും വരുമാനമൊക്കെ അത്യാവശ്യം നല്ല വരുമാനമാണോ? കുഴപ്പമില്ല. മലയാളമൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. വളരെ നന്നായിട്ട് വർഷങ്ങളായില്ല, 10-25 വർഷം. ഞാൻ ഹോൾസെയിൽ കച്ചവടക്കാരൻ. ഞാൻ ഹോൾസെയിൽ ചെയ്യും എല്ലാ സ്ഥലവും.
हेड इड़की कटपन्न राजकाड राजकुमारी अडिमाली तूकुपाल कटपन्न ಎಲ್ಲ സ്ഥലത്തിന് ഹോൾസെയിൽ കൊടുക്കും. ഏതായാലും ഈ വിഷുവിന് നല്ല സെയിലുണ്ടായിരുന്നു ഇവർക്ക് കൃഷ്ണ വിഗ്രഹത്തിന്. നമസ്കാരം, എന്താ പേര്? രാജേന്ദ്രൻ. എവിടെ വീട്? ചേർത്തല തന്നെ. ഇന്ന് വിഷു അല്ലേ? ഇന്ന് വിഷുവായിട്ടും ചേട്ടൻ വിൽപ്പനയ്ക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് നമ്മുടെ കച്ചവടത്തിൻ്റെ ഇതുപോയിട്ട് ഇറക്കണം. എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഇവിടെ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വെള്ളരി ഉണ്ട്, മാങ്ങ ഉണ്ട്, ഇളവൻ, അങ്ങനെ പച്ചക്കറിയുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കൂടെ ആരാ സഹായത്തിനുള്ള? പേരെന്താ? ബേബി. ചേർത്തലാണോ വീട്? ചേർത്തല തന്നെ. ഓക്കെ. എങ്ങനെയുണ്ട് ഈ കച്ചവടം കൊണ്ട് സംതൃപ്തനാണോ? എന്നെ തട്ടിയും മുട്ടിയും പോണ്, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പോകെ. ഓണമാണേലും വിഷു ആണേലും ക്രിസ്മസ് ആണേലും എല്ലാം ഇതില്ലാതെ ഒരു രക്ഷയില്ല. ഇത് നമ്മളൊരു ദിവസം അടച്ചിട്ട് ഇതെല്ലാം മാടി ഉണങ്ങി പോകും, അതുകൊണ്ട് തുറക്കും. നാഷണൽ ഹൈവേ 66-ലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.